പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. നേരത്തെ വീഡിയോ ഞാൻ ചെയ്തു. പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ട്, സർ എങ്ങനെയാണ് +1ന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് നോക്കുക എന്നുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ HSCAP വെബ്സൈറ്റ്, നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് HSCAPന്റെ വെബ്സൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഈ ഒരു ഫേസിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാനായിരിക്കും പറയുക. കൂടെ ഡിസ്ട്രിക്റ്റും കൊടുക്കാൻ പറയും. യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ആണ്. പാസ്വേഡ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാകും. പിന്നെ ജില്ല, നിങ്ങളുടെ ജില്ലയും കൊടുക്കുക. ലോഗിൻ ചെയ്യുക. സോ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഒരു ഫേസ് ഏകദേശം ഇതുപോലുള്ളൊരു ഫേസ് ആയിരിക്കും. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റ് ദാ ഇപ്പൊ ഈ കുട്ടിക്ക് ഇതാ സോറി യു ഹാവ് നോ അലോട്ട്മെന്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ റെഡ് കളറിലാണെങ്കിൽ എവിടെയും സീറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പൊ തന്നെ ഇതാ ഇവിടെ കാണാൻ പറ്റും ലിങ്ക്, ഇതാ ഫസ്റ്റ് അലോട്ട് റിസൾട്ട്. വേണമെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിക്ക് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ല എന്നും, ഗ്രീൻ കളറിലാണ് കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്നാണെങ്കിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇനി കാൻഡിഡേറ്റിന്റെ ഡീറ്റെയിൽസിനല്ല, നിങ്ങൾ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ്, ഇപ്പൊ ഈ കുട്ടിക്ക് എവിടെയും കിട്ടാത്തത് കൊണ്ട് ഓപ്ഷൻസിനനുസരിച്ചുള്ള റാങ്ക് വന്നിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റ് കൊടുത്ത ചക്കാലക്കൽ സ്കൂളിൽ അവസാനം കയറിയ കുട്ടിയുടെ റാങ്ക് 48 ആണെങ്കിൽ നിലവിൽ അപ്ലൈ ചെയ്ത കുട്ടിയുടെ റാങ്ക് 243 ഓക്കെ, അതുപോലെ മർക്കസ് ഗേൾസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ലാസ്റ്റ് റാങ്ക് വരുന്നത് 35 ആണെങ്കിൽ ഈ കുട്ടിക്ക് 364 റാങ്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ റാങ്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, ഈ കുട്ടിക്ക് എവിടെ കിട്ടാനാണ് ചാൻസ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ കമ്പയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് നോക്കിയിട്ട് എവിടെയൊക്കെ കിട്ടാൻ സാധ്യതകൾ ഉണ്ട് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് വെക്കുക കേട്ടോ. കിട്ടിയവരാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതും കിട്ടാത്തവരാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതും ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. നിർബന്ധമായിട്ടും ആ വീഡിയോ ഒരാൾ പോലും മിസ് ചെയ്യരുത്. MS ആണ് പറയുന്നത്. ചില ട്രിക്സിലൂടെയും ടിപ്സിലൂടെയും അടുത്ത അലോട്ട്മെന്റിലേക്ക് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്കും അടുത്ത അലോട്ട്മെന്റിലേക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് എത്തിക്കാനൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. സോ ആ ഒരു വീഡിയോയിലേക്ക് കാണാം. മറക്കണ്ട, വാട്സപ്പ് ചാനലിലും കമ്മ്യൂണിറ്റി ചാനലിലും ഇതുവരെ ഫോളോ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുക. ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് മാത്രമല്ല +2 കഴിയുന്നത് വരെയുള്ള A to Z അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ വഴിയും നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങൾ +1ന്റെ സയൻസ് MS-ന്റെ കൂടെ പഠിക്കാൻ റെഡിയാണെങ്കിൽ താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തിട്ട് +1 സയൻസിന്റെ കോഴ്സിനെ കുറിച്ച് ബെൻടൺ ബാച്ച് ഉണ്ട്, ന്യൂട്ടൺ ബാച്ച് ഉണ്ട്. വെറും 3999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷത്തെ +1 കംപ്ലീറ്റ് ക്ലാസ്സുകളും കിട്ടും കേട്ടോ. ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. മറക്കല്ല, ഇറ്റ്സ് മീ M Solutions. ഇനി എന്തിന്, വേറെ സൊല്യൂഷൻസ്. ബൈ.